أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ച് മരണപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ വ്യാപകമായി മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മരണങ്ങളിൽ ആകസ്മിക മരണങ്ങളാണ് കൂടുതൽ എന്നാണ്. ഇന്നലെ രാത്രി കടന്നുറങ്ങിയ ആള് നേരെ വെളുത്തപ്പോൾ മരിക്കുക, രാവിലെ വർത്തമാനം പറഞ്ഞിരുന്ന ആള് വൈകുന്നേരം മരിച്ചു എന്ന വിവരം കേൾക്കുക. ഇങ്ങനെയുള്ള മരണങ്ങളാണ് വ്യാപകമായി നമ്മുടെ നാട്ടിലും മറ്റുമൊക്കെ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലത്തൂർ പരിസരത്ത് ഇപ്പോൾ ഇന്നലെ രാത്രി ഒക്കെയായി 3 മരണങ്ങൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് ആകസ്മിക മരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ മരണങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനത്തിന് 2 വശങ്ങളുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനത്തിന് അതിലൊന്ന് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല പര്യവസാനം. രണ്ടാമത്തേത് സൂഉൽ ഖാത്തിമ, മോശമായ പര്യവസാനം. ഇത് രണ്ടും മനുഷ്യരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടും വലിയ അന്തരമുള്ള ഒന്നാണ്. ഈ 2 മരണങ്ങളും, മോശമായ പര്യവസാനവും നല്ല പര്യവസാനം ഉള്ള വ്യക്തികൾ ഒരിക്കലും അവരുടെ അവസ്ഥ ഒന്നാവുകയില്ല, സംഭവിക്കുകയില്ല. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആത് അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. തോന്നിയതുപോലെ ജീവിച്ച ആളുകളും സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളും ഒരുപോലെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. രണ്ടായിട്ട് തന്നെയാണ് അള്ളാഹുവിലേക്ക് എത്തുക. ഒരിക്കലും അവരുടെ ജീവിതവും അവരുടെ മരണവും ഒന്നും തുല്യമല്ല, തികച്ചും വ്യത്യസ്തമാണ്. 2 കൂട്ടരെയും ആരെങ്കിലും തുല്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ, അങ്ങനെ വിധിക്കുന്നുവെങ്കിൽ സാഅ മാ യഹ്കുമൂൻ, ആ വിധി മോശമായ വിധിയാണ്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആ 2 മരണങ്ങളെ സംബന്ധിച്ച് 2 കൂട്ടരും ഒരുപോലെയാണ്, അവരുടെ പര്യവസാനം ഒരുപോലെയാണ് എന്ന വാദഗതിയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ പറയും, അല്ലാഹ് പറയാണ് ആ വാദം മോശമായ വാദമാണ് എന്നാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അവസാന ഘട്ടമാണ് ഇസ്ലാം പരിഗണിക്കുക. ആദ്യം എങ്ങനെ ജീവിച്ചു എന്നല്ല നോക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ പല ടൈപ്പ് ആളുകളുണ്ട്.
തുടക്കത്തിൽ കാണാൻ നല്ല ഉഷാറായിട്ട് ജീവിക്കും, നല്ല നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ കൊടുക്കും. ചിലപ്പോൾ നാട്ടുകാരെ നന്നായിട്ട് ഖുത്ബ പറഞ്ഞ് നസീഹത്ത് കൊടുത്ത് നന്നാക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ. പിന്നെ കാണാൻ അവസാന ഘട്ടത്തിൽ ഇസ്ലാമും ഇല്ല, പടച്ചോനുമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് പരിശോധിക്കുക ഏതാണ്. എന്നാ വേറെ ചില ആളുകളുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു ചങ്ങാതിയുണ്ട്. ഞാൻ കാണുന്ന അന്ന് മുതൽ ഒരു ഏകദേശം ഒരു 5-8 കൊല്ലം മുമ്പ് വരെയും മുഴുക്കുടിയനാണ്. മുഴുക്കുടിയൻ. അദ്ദേഹത്തെ റോഡ് സൈഡിൽ നിന്നാണ് പൊക്കിയിട്ട് രാത്രി വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഇതിങ്ങനെ തുടർന്ന് അസഹനീയമായപ്പോൾ കുട്ടികളൊക്കെ വലുതായി. ആളുകളെ ഉപദ്രവിക്കുന്നില്ല, എന്നാൽ നല്ലോണം കുടിക്കുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യില്ല. ഇത് അസഹനീയമായ ഇസ്ലാമിക പ്രവർത്തന രംഗത്തൊക്കെ സജീവമായി ഉള്ള ഭാര്യ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഈ ഭർത്താവിനെ ഒഴിവാക്കണം, ഇസ്ലാമിൽ വല്ല വഴിയുണ്ടോ ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടി. പക്ഷെ ആ സ്ത്രീ തന്നെ പറയാണ്, മുഴുക്കുടിയനാണെങ്കിലും ലഹരി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ അടുക്കളയിൽ എന്നെ നന്നായിട്ട് സഹായിക്കും, മുറ്റടിച്ച് വാരി തരും, പാത്രം കഴുകി തരും, വീട്ടിലെല്ലാ പണി ചെയ്യും. പക്ഷെ എനിക്ക് ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല, എന്താ ഞാൻ ചെയ്യുക? അങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന് അറ്റാക്ക് സംഭവിച്ച് അൽ-ഷിഫ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കിടത്തി. സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ 10,000-50,000 രൂപ 60,000 രൂപ അന്നത്തെ ചെലവ് വന്നു. അപ്പോൾ അതിൽ സലാമെ എന്തെങ്കിലും ഒരു ചെറിയ ക്യാഷ് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ശാന്തപുരത്ത് നിന്ന് മമ്മുണ്ണി മൗലവി, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ശാരീരികമായ അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മമ്മുണ്ണി മൗലവിയെ അനുഗ്രഹിക്കുമാറാവട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വ്യക്തി മമ്മുണ്ണി മൗലവിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 20,000 രൂപ എടുത്തു തന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബില്ലടക്കാൻ കൊടുത്തു. അതിനുശേഷം ഈ വ്യക്തി പിന്നെ എവിടെ കണ്ടാലും സലാം പറയും, കൈ പിടിക്കും. ഇപ്പൊ അൽഹംദുലില്ലാഹ് 5 വക്തും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. സുബഹിക്കടക്കം പള്ളിയിലുണ്ട്. സുബഹിക്കടക്കം പള്ളിയിൽ ഈ വ്യക്തിയുടെ അള്ള പരിഗണിക്കുക ഏതാ? ഈ വ്യക്തിയുടെ 10-30 വർഷമുള്ള മുഴുക്കുടിയുള്ള ജീവിതമാണോ പരിഗണിക്കുക? ഇനി 8 വർഷത്തെ ഈ ജീവിതമാണോ അള്ള ഏതാ പരിഗണിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയാണോ അതാ പരിഗണിക്കുക. പണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവസാനം മരിക്കുന്നതിന്റെ ആ അവസ്ഥ, തൊട്ടു മുമ്പുള്ള അവസ്ഥ എന്താ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. ഇതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയാം, നല്ല പര്യവസാനം. ഈ ഹുസ്നുൽ ഖാത്തിമ ഇത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതുണ്ട്, മരിക്കുന്നതിന്റെ മുമ്പിൽ ലഭിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, സദഖകൾ നിർവഹിച്ചുകൊണ്ട്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു പോകുന്ന ആ ഒരു മരണമുണ്ടല്ലോ, അതിനാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, തന്റെ ദാസന് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഇസ്തഅമലഹൂന, അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തുന്നു. ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തും. ഇത് കേട്ട സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തുക? കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഉപയോഗപ്പെടുത്തുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്.
ആ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹ് കൊടുക്കുന്നു. അങ്ങനെയാണ് അള്ളാഹ് ആ വ്യക്തിയെ ഉപയോഗപ്പെടുത്തുക. അമലുസ്സാലിഹാത്തിലൂടെ ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല മരണത്തിന് മുമ്പുള്ള പര്യവസാനത്തിലേക്ക് എത്തുക. ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. ഈ ഹുസ്നുൽ ഖാത്തിമ ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ നല്ല തീരുമാനം വേണം, ഇച്ഛാശക്തി വേണം, കരളുറപ്പ് വേണം. എങ്കിലേ ഹുസ്നുൽ ഖാത്തിമയോടുകൂടി മരിക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയാണ്, സഹാബത്തിന്റെ ജീവിതം അങ്ങനെയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രത്യേകം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ജീവിതം അങ്ങനെയാണ്. അൽ ഖലീഫ അർ റാഷിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതവും അങ്ങനെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരിക്കൽ വീട്ടിൽ മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രത്യേകമായ അവസ്ഥ, ആ അവസ്ഥയിൽ വീട്ടിലിരിക്കുമ്പോൾ ആളുകളൊക്കെ ചുറ്റും കൂടി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചുറ്റും കൂടിയുള്ള റൂമിലേക്ക് കയറി വന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ഒരാളും ഈ റൂമിൽ വേണ്ട, എല്ലാവരും ഒന്ന് പുറത്തങ്ങോട്ട് ഇറങ്ങി. എല്ലാവരും പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ ആജ്ഞ കേട്ടപ്പോൾ എല്ലാവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങി, റൂമിന്റെ വാതിൽക്കൽ ഇരുന്നു. അങ്ങനെ അവർ അദ്ദേഹം പറയുന്ന ഒരു വാചകം കേട്ടു, മർഹബൻ ബിഹാദിഹിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്ത് ഓതി, തിൽകദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ എന്ന ആയത്ത് ഓതുന്നത് ഇവർ കേട്ടു. ദുനിയാവില് ഭൂമിയില് അഹങ്കരിക്കാതെ നടന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് നല്ല പര്യവസാനം ഉണ്ടാകും. ഈ ആയത്ത് ഓതി സുമ്മ ഖുബിള, പിന്നീട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ. അദ്ദേഹം ഇതേപോലെ മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രയാസമുള്ള അവസ്ഥയിൽ, സക്രാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദം കേട്ടു, ബാങ്ക് കേട്ടു. ഉടനെ തന്നെ ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആൾ, സക്രാത്തുൽ മൗത്ത് ഉണ്ടാവാന് രോഗിയായിട്ട് കുറെ കിടക്കൊന്നും വേണ്ട, നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ സക്രാത്തുൽ മൗത്ത് സംഭവിക്കും, ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ സംഭവിക്കും. ഇദ്ദേഹം ആ അവസ്ഥയിലാണ് സംഭവിച്ചത്, ആരോഗ്യമുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് അദ്ദേഹം പുറത്തു നിന്ന് ബാങ്ക് കേൾക്കുന്നത്. ബാങ്ക് കേട്ടപ്പോൾ, മഗ്രിബിന്റെ ബാങ്ക് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുദൂ ബിയദി, എന്റെ കൈ പിടിക്കൂ, എന്നിട്ട് പള്ളിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ ചുറ്റും കൂടിയ മക്കളെല്ലാവരും കൂടി പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇന്നക അലീൽ, നിങ്ങൾ രോഗിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്മഉ ദാഇ അല്ലാഹ്, ഞാൻ അള്ളാന്റെ വിളിയെ കേൾക്കുന്നത്, ഞാൻ അള്ളാഹുവിന്റെ വിളി കേൾക്കുന്നു, അതുകൊണ്ട് എനിക്ക് പള്ളിയിലേക്ക് പോകണം. പാപ്പാന്റെ സമ്മർദ്ദത്തിന്, നിർബന്ധത്തിന് വഴങ്ങി മക്കൾ പള്ളിയിലേക്ക് പോയി ഇമാമോടുകൂടി മഗ്രിബ് നമസ്കാരം നിർവഹിച്ചു. ഒരു റക്അത്ത് നമസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം മരിച്ചു. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹുസ്നുൽ ഖാത്തിമ, പര്യവസാനം, നല്ല പര്യവസാനം, അതിന്റെ ലക്ഷണങ്ങൾ എന്താ? ഒരാൾ മരിച്ചു, നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം നല്ല പര്യവസാനം, ഹുസ്നുൽ ഖാത്തിമയോട് കൂടിയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹുസ്നുൽ ഖാത്തിമയുടെ അലാമത്തുകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നുത്ഖു ബിശഹാദത്തി തൗഹീദ് ഇൻദൽ മൗത്ത്. നല്ല മരണത്തിന്റെ അടയാളം, നല്ല മരണത്തിന്റെ ഒരടയാളം ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ വാക്യം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. അങ്ങനെ ഒരാൾ മരിച്ചാൽ അത് നല്ല മരണമാണ്. നമ്മുടെയൊക്കെ ഇപ്പത്തൊക്കെ അവസ്ഥ എന്താ? ഇതൊന്നും ആർക്കും ചൊല്ലിക്കൊടുക്കാനും അറിയില്ല. ആ സമയത്ത് അങ്ങനത്തെ ബോധവും പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ അതിൽ നല്ല താല്പര്യമുള്ള, ദീനി ബോധമുള്ള ആളുകളൊക്കെ ചുറ്റുഭാഗത്ത് ഉണ്ട് എങ്കിൽ ഒരു പക്ഷെ ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി രക്ഷപ്പെടും. എല്ലാ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മക്കളാണ് പരിസരത്തും ചുറ്റുമൊക്കെ ഉള്ളത് എങ്കിൽ ഈ വ്യക്തിക്ക് ചെല്ലാൻ കഴിയുകയില്ല, ചൊല്ലിക്കൊടുക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നല്ല മുസ്ലിമായ ഒരു മനുഷ്യൻ, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവനെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇത് നല്ല മരണത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണവെപ്രാളത്തിൽ കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഈ ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന് ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, നല്ല ചെവി കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പെട്ടെന്നുള്ള സംഭവമാണ്, പെട്ടെന്നാണ് കുഴഞ്ഞതായി തോന്നിയത്. അപ്പൊ ആ ചെറിയൊരു പ്രയാസമുള്ള സന്ദർഭത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉപ്പ. ഇത് ചൊല്ലിക്കൊടുക്കുന്ന രംഗം ഇന്ന് ഗസയിൽ ഇഷ്ടം പോലെയാണ്. വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികളടക്കം ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ മരണപ്പെട്ടുകൊണ്ട് സക്രാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ചെറിയ കുട്ടികൾ വാപ്പാ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലീൻ എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അത് ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനത്തിന്റെ അടയാളമാണ്. ഇത് ഒരു അടയാളമാണ്. ചിലപ്പോൾ ഇത് പറയാൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേറെയും കുറെ അടയാളങ്ങൾ വേറെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മൻ മാത അലാ ഷൈഇൻ ബഅസഹുല്ലാഹു അലൈഹി. മൻ മാത അലാ ഷൈഇൻ ബഅസഹുല്ലാഹു അലൈഹി. ഒരു വ്യക്തി ഏതൊരു അവസ്ഥയിലാണോ മരിക്കുന്നത് ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ മരണം ഏതവസ്ഥയിലാണ്? എല്ലാവരും ചിന്തിക്കണം. കള്ളു കുടിക്കുന്ന ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ എന്റെ മരണം? ചിന്തിക്കണം. വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ എന്റെ മരണം സംഭവിക്കുക? നന്മ ചെയ്യുന്ന ആളുകൾ ഏതവസ്ഥയിലാണ് എന്റെ മരണം? റസൂലുള്ളാഹി പറയാണ്, മൻ മാത അലാ ഷൈഇൻ ബഅസഹുല്ലാഹു അലൈഹി. ഏതൊരു അവസ്ഥയിലാണോ ഒരാൾ മരിക്കുന്നത് ആ അവസ്ഥയിലാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇത് വല്ലാത്തൊരു ഹദീസാണ്. ഒരാൾ കച്ചവടത്തിൽ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ലൊഹറിന് ഇങ്ങനെ പള്ളിയിലേക്ക് വരികയാണ്, അപ്പഴാ മരിച്ചത് വിചാരിക്കുക. ആ അവസ്ഥയിൽ അള്ളാഹ് അവനെ പുനരുജ്ജീവിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് ഒരു വ്യക്തിയെ ഏറ്റവും നല്ല ജീവിതം നിർവഹിക്കുവാൻ, നയിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഹദീസാണ്. ഒരാൾ വൃത്തികെട്ട ഫിലിംസും മറ്റും വൃത്തികെട്ട ഫിലിംസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ കടന്നുറങ്ങുന്ന ഒരുപാട് യുവ ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. വൃത്തികേടുകൾ കണ്ടുകൊണ്ട് അവനവന്റെ മൊബൈലിൽ എല്ലാം കിട്ടും. സ്വന്തമായൊരു റൂമിൽ അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്ത് വൃത്തികേടുകൾ കണ്ടുകൊണ്ട് മരിക്കുന്ന വിദ്യാർത്ഥി സമൂഹവും യുവ സമൂഹവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ വ്യാപകമാണ്. ഇതൊക്കെ നാട്ടിൽ വ്യാപകമായി കഴിയും. ഇപ്പൊ ആളുകൾ ചോദിക്കുക, ഇതൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവനെ പറ്റി ആൾക്കാർ പറയാ ഓർക്ക് ജനറ്റിക് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന അവസ്ഥ വരെ എത്തിക്കപ്പോ. ഇതൊക്കെ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ എന്ന കോലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വൃത്തികെട്ടുകൾ കണ്ണുകൊണ്ട് കണ്ട അവസ്ഥയിലാണ് ഒരു വ്യക്തി മരിക്കുന്നത് എങ്കിൽ നാളെ അവൻ ആ അവസ്ഥയിലാണ് പുനരെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, എന്റെ അവസ്ഥ ഏത്? ഞാൻ മരണപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആൾക്കാർ മരിച്ചിട്ടില്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവര് മരിച്ചിട്ടില്ലേ? അവരുടെയൊക്കെ ആ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കി. ഏതവസ്ഥയിലാണ് മരിച്ചത്? നല്ല അവസ്ഥയിലാണ് എങ്കിൽ അത് ഹുസ്നുൽ ഖാത്തിമയുടെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെ നാട്ടിൽ ചെറുപ്പക്കാരനുണ്ട്. നാട്ടിൽ വീടൊക്കെ വെച്ച് കടബാധ്യതകളൊക്കെ കുറച്ചൊക്കെ ആയപ്പോ ഗൾഫിലൊക്കെ പോയി, എന്നിട്ട് പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോയ ഉടനെ സൗദിയിലാണ്. ഒരു ഉംറ കഴിഞ്ഞ് വീട്ടിലെ റൂമിലേക്ക് അവന്റെ ഗൾഫിലെ സൗദിയിലെ റൂമിലേക്ക് പോവുകയാണ്.
റൂമിലേക്ക് പോയി. എന്നിട്ട് പിറ്റേ ദിവസമുള്ള സുബഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കെ സുജൂദിൽ മരിച്ചു. എന്താ ആ മരണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഉംറ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം സുബഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ വെച്ച് മരിക്കുക. നമുക്ക് കാണുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാർ എന്തിനാ പഠിച്ചോ ഇത്ര നേരത്തെ വിളിച്ചു കൊണ്ടുപോയത്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാം. നമ്മുടെ കുടുംബം അങ്ങനെയൊക്കെ പറയാ, നല്ലൊരു കുടുംബത്തിനെ താങ്ങും തണലുമായിരുന്നു, അവനെ അള്ളാഹ് നേരത്തെ വിളിച്ചു കൊണ്ടുപോയി. പക്ഷെ നമ്മൾ ആ മരണത്തെ കാണുന്നത് എങ്ങനെ? സുജൂദിലാണ് മരിച്ചത്. എന്റെ മോൻ സുജൂദിൽ മരിച്ചു, എന്റെ വാപ്പ സുജൂദിലാണ് മരിച്ചത്. ഇത് നല്ല മരണത്തിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതവസ്ഥയിലാണോ മരിക്കുന്നത് ആ അവസ്ഥയിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ സത്യവിശ്വാസി തെറ്റ് ചെയ്യാതിരിക്കാനാണ് ഈ ഹദീസ് പ്രേരിപ്പിക്കുക. ഇത് നല്ല മരണത്തിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ സംഗതി അശ്ശഹാദത്തു ഫീ സാഹാത്തിൽ ജിഹാദ്. അശ്ശഹാദത്തു ഫീ സാഹാത്തിൽ ജിഹാദ്. ഷഹീദാവുക. നമ്മുടെ നാട്ടില് ഷഹീദ് എന്ന് പറയുമ്പോൾ കുറെ ഷഹീദുകളുണ്ട്. ഗസയില് 10,000-60,000 ആളുകൾ ഇപ്പൊ ഷഹീദായി നമ്മൾ പറയും. ഈ ഷഹീദ് എന്ന് പറയുമ്പോ മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ലാത്ത, മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതില്ലാത്ത ഷഹീദുകളുണ്ട്. ഗസയിലെ 50,000 ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ ആ 50,000 ആളുകൾക്കും ഏകദേശം അവിടെയുള്ള ആളുകളൊക്കെ മയ്യത്ത് നമസ്കരിച്ചിരുന്നു. ലോകത്ത് മയ്യത്ത് നമസ്കാരം മുടങ്ങാതെ ഏകദേശം 2 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഒരേ ഒരു പ്രദേശം ഗസയാണ്. മയ്യത്ത് നമസ്കാരത്തിന് ഒരു കുറവില്ല. ദിനം പ്രതി മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പപ്പോ ബോംബിടുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ബോംബിട്ട് പ്രയാസപ്പെട്ട് ചികിത്സ നിഷേധിക്കപ്പെട്ട് പിന്നീട് മരിക്കുന്ന ആളുകൾ എങ്ങനെയായാലും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മയ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗസയിലെ ഈ 50,000 ആളുകളും ഷഹീദാണ്. പക്ഷേ ഈ ഷഹീദുകളെ ഗസയിലുള്ള ആളുകൾ എല്ലാവരും കുളിപ്പിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. എന്താ കാരണം? അപ്പൊ 2 തരം ഷഹീദുകളുണ്ട്. ഒന്ന് ഖസ്സാം എന്ന് പറയുന്ന ഹമാസിന്റെ പോരാളികളുണ്ട്, അവർ യുദ്ധമുഖത്താണ്. ആ ഖസ്സാം എന്ന് പറയുന്ന ആ പോരാളികൾ നേർക്കുനേരെ യഹൂദികളുമായി ശത്രുക്കളുമായി പോരാടിയിട്ട് മരിക്കുമ്പോൾ അവരെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരാണ് യഥാർത്ഥ പോരാളികൾ, യുദ്ധം ആയുധം എടുത്തുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥ ഷഹീദ്. അവർക്ക് കുളിപ്പിക്കലുമില്ല, അവർക്ക് മയ്യത്ത് നമസ്കരിക്കലുമില്ല. എന്നാൽ ബാക്കിയുള്ള ആളുകളെ, കൊല്ലപ്പെടുന്ന ആളുകളെ അവർക്ക് വേണ്ടി നാം മയ്യത്ത് നമസ്കരിക്കും. ഇവിടെ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ. അത് ഈ 2 തരം ഷഹീദുമുണ്ട്. ഈ ഷഹീദായ ആളുകൾ അവരുടെ മരണം ഹുസ്നുൽ ഖാത്തിമയാണ്, ഏറ്റവും നല്ല പര്യവസാനമാണ്. ഹുസ്നുൽ ഖാത്തിമയാണത്, നല്ല മരണമാണത്. ആ പാവങ്ങൾ എന്ത് ചെയ്തു? ഗസയിലുള്ള ആളുകൾ അല്ലാഹ് അവർക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. നമ്മളൊന്ന് സ്വർഗത്തിലേക്ക് പോയി നോക്കി, ഭാവി ജീവിതത്തിൽ സ്വർഗത്തിലെ ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും ഉണ്ടാവുക? ഞാൻ മനസ്സിലാക്കുന്നത് ഗസക്കാരുണ്ടാവുന്ന. അത്രമാത്രം ദുരന്തം അനുഭവിച്ചവരാണോ? അവരാണ് സ്വർഗത്തിൽ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സഹാബികൾ പോലും പിന്നീട് വന്ന താബികൾ പോലും അനുഭവിക്കാത്ത കൊടും യാതനകളും ക്രൂരതകളും ക്രൂരമായ മരണങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ ഇന്ന് ഒരേ ഒരു വിഭാഗം, അത് ഗസയിലെ ആളുകളാണ്, ഗസക്കാരാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ അവരായിരിക്കും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഷഹാദത്ത്, രക്തസാക്ഷിത്വം, അത് ഈ 2 സ്വഭാവത്തിലുള്ള രക്തസാക്ഷിത്വമായാലും അത് ഹുസ്നുൽ ഖാത്തിമയുടെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് മനുഷ്യരെ മൊത്തം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ രക്തസാക്ഷിത്വം കൊതിച്ചുകൊണ്ടിരിക്കണം, രക്തസാക്ഷിത്വം കൊതിക്കണം, ആഗ്രഹിക്കണം എന്നാണ്. അത് ഈമാനിന്റെ അടയാളം കൂടിയായിട്ടാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടില് ആളുകൾക്കിടയിൽ ചെന്നിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്താൻ തന്നെ പേടിയാ. നടത്തിയാല്
ആരെങ്കിലും ഉറക്കത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ വഴി കൂടെ പോകുമ്പോ വാളുകൊണ്ട് തട്ടിയാലോ വാളുകൊണ്ട് വെട്ടിയാലോ എന്ന് പേടിച്ചിട്ട് ഇസ്ലാമിക പ്രബോധനം തന്നെ നടക്കണില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നില്ല, പേടിയല്ല. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില അശ്ശുഹദാ വഇൻ മാത അലാ ഫിറാശി. അല്ലാഹു ഒരു വ്യക്തി അല്ലാഹുവിനോട് ഷഹാദത്ത് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, എന്നിട്ട് ബല്ലഗഹു അല്ലാഹു മനാസില അശ്ശുഹദാ വഇൻ മാത അലാ ഫിറാശിഹി, ആ വ്യക്തി ഷഹാദത്ത് വരിക്കപ്പെടാതെ ബെഡിൽ കിടന്നുകൊണ്ട് മരിച്ചാലും അവൻ ശുഹദാക്കളുടെ പദവിയിലാണ് എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പഠിച്ചവനെ നീ എനിക്ക് ഷഹാദത്ത് കൊണ്ടല്ലോ, ഏറ്റവും വലിയ പദവി അതാ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ പുതിയ ഇതിലൊക്കെ അതിന്റെ മീനിങ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഷഹാദത്ത്. ഇസ്ലാമിലെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വമാണ്. അതാണ് സർട്ടിഫിക്കറ്റ്. അത് ഒരാൾ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്നിട്ട് കിട്ടാതെ പോയി അവൻ ബെഡിൽ വെച്ച് സാധാരണ മരണം മരിച്ചാൽ പോലും അവൻ ഷഹീദാണ്, അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഷഹാദത്ത് ഏതിന്റെ നല്ല മരണത്തിന്റെ അടയാളമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊന്ന് അൽ മൗതു ബിഅർഖിൽ ജബീൻ, നെറ്റി വിയർത്ത് മരിക്കുക. നെറ്റി വിയർത്ത് മരിക്കുക. നമ്മളൊക്കെ ചില ആളുകളൊക്കെ ചിലപ്പോൾ നോക്കും, നെറ്റി വിയർത്തിട്ടുണ്ടോ നോക്കും. മരിക്കുമ്പോ ചില ആളുകളൊക്കെ നന്നായിട്ട് നെറ്റി അങ്ങനെ വിയർത്തിട്ടുണ്ടാവും. ചില മരിക്കുന്ന സമയത്ത് ആ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് നെറ്റി വിയർത്ത് മരിക്കുക എന്ന് പറയുന്നത് സക്കറാത്തുൽ മൗത്തിന്റെ അടയാളമായിട്ടാണ്. സക്കറാത്തുൽ മൗത്ത്, ഈ സക്കറാത്തുൽ മൗത്ത് എന്താ? അത് ഭയങ്കര വിശദീകരിക്കേണ്ട കാര്യമാണ്. സക്കറാത്തുൽ മൗത്ത് നമ്മളിങ്ങനെ ജീവിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കറാത്തുൽ മൗത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ഒരു സക്കറാത്തുണ്ട്. സുമ്മ നസബ യദൈഹി ഫജഅല യഖൂൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ നാട്ടിവെച്ചു. എന്നിട്ട് ഇല റഫീഖിൽ അഅല ഇല റഫീഖിൽ അഅല എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂല് പോലും സക്കറാത്തുൽ മൗത്തിന്റെ ആ കാഠിന്യത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അള്ളാന്റെ റസൂല് പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആ സക്കറാത്തുൽ മൗത്ത്. ഒരു സഹാബി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ഈ സക്കറാത്തുൽ മൗത്തിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ അദ്ദേഹം ചോദിച്ചു, യാ അബത്തി, എന്റെ പിതാവേ, വഖദ് കുൻത തഖൂൽ, താങ്കൾ പറയാറുണ്ടായിരുന്നല്ലോ, ഇന്നനി ലാ അജബു മിൻ റജുലിൻ നസല ബിഹിൽ മൗത്ത് വമഅഹു അഖ്ലുൻ വലിസാനുഹു കൈഫ ലാ യസിഫ്. സക്കറാത്തുൽ മൗത്തിന്റെ സന്ദർഭത്തിൽ ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കാം, നാവിൽ യാതൊരു കുഴച്ചിലും ഒന്നുമില്ലാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ എന്തായിരിക്കും മരണത്തെക്കുറിച്ച് പറയുക? ഈ സന്ദർഭത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നല്ല അഖലുണ്ട്, ബുദ്ധിയുണ്ട്, നാവിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ മകൻ ചോദിച്ചു, പാപ്പ എന്താണ് ഈ സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥ? അപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സിനെ എപ്പോഴും അത് ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അംർ ബിൻ ആസ് പറഞ്ഞ വർത്തമാനമുണ്ട്, അൽ മൗതു അഅ്ലമു മിൻ അൻ യൂസഫ്, ഈ മരണമുണ്ടല്ലോ ഇത് വിശേഷിപ്പിക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറമാണ്, അഅ്ലമാണ്. ലാകിൻ സഅസിഫു ലക മിൻഹു ശൈആ, ആ സക്കറാത്തുൽ മൗത്തിന്റെ ആ സമയത്തെ ചില അവസ്ഥകളുണ്ട്, അത് ഞാനൊന്ന് പറയാം. അദ്ദേഹം ആ സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ 4-5 വാചകങ്ങൾ മോനോട് പറഞ്ഞു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ആ വാചകം? വല്ലാഹി ലക അന്ന അലാ കത്ഫി ജിബാലു റബ്ബ വതഹതിഹാമ. അദ്ദേഹം പറയാണ്, സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥയെ പറ്റി പറയാണ്. തിഹാമ റബ്ബ എന്ന് പറയുന്ന 2 വലിയ മലകളുണ്ട്, ഈ മലകൾ എന്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് വെച്ച പോലെയുണ്ട്. സക്രാത്തുൽ മൗത്തിന്റെ അവസ്ഥ, ഈ 2 വലിയ മലകൾ എന്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചതുപോലെയുണ്ട്. വകഅന്നനി അതനഫസു മിൻ സമി ഇബ്റത്തിൻ, സൂചിക്കുഴയിലൂടെ എനിക്ക്
ശ്വാസം കിട്ടുന്ന അത്ര പ്രയാസപ്പെട്ടത് ഇടങ്ങാറായിട്ടാണ് ഞാൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമിയും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ ഞാൻ പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? രണ്ട് വാഹനത്തിന്റെ ഇടയിൽ ഒരാൾ പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു. ഇദ്ദേഹം പറയാണ് ആകാശവും ഭൂമിയും അതിനിടയിൽ പെട്ടാൽ എന്താണ് അവസ്ഥ? കൂട്ടിമുട്ടുമ്പോൾ അതാണ് എൻ്റെ ആ മരണ സമയത്തുള്ള അവസ്ഥ. ഇത്ര ഭയാനകമാണ് സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്പവും കൂടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഖതീബ് രണ്ടാമത്തെ ഖുത്ബയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ഇരിക്കുന്ന സന്ദർഭമുണ്ടല്ലോ, ഈ സന്ദർഭത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവണം. കേട്ട ആളുകളൊക്കെ, മനസ്സിലാക്കിയ ആളുകളൊക്കെ ആണെങ്കിൽ ഖതീബ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഏതാനും സെക്കൻഡുകൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. കൈ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത്ര പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ സമയം. നമ്മളിങ്ങനെ ഖതീബ് ഇങ്ങനെ ഇപ്പം മുപ്പര് അടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന രംഗം നോക്കി നിൽക്കുക നമ്മളെല്ലാവരും. അതല്ല വേണ്ടത്. രണ്ടാമത്തെ ഖുത്ബയ്ക്ക് തയ്യാറായി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഏകദേശം ആ സമയം, ഇരിക്കുന്ന ആ സമയം അള്ളാഹിനോട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണോ തേടാനുള്ള സമയമാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ സമയത്തെ പ്രാർത്ഥന അള്ളാഹ് തടയൂലാന്ന്. അപ്പൊ എല്ലാവരും ഖതീബ് ഒന്നാം ഖുത്ബ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എന്താണോ പ്രശ്നം അത് അള്ളാഹിനോട് പറയാൻ പ്രത്യേകം താല്പര്യം കാണിക്കണമെന്നാണ് ഒന്നാമത് ഉണർത്തുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാള് മേസ്ത്രി മുഹമ്മദ് ക, അതേപോലെ തന്നെ മറ്റൊരാള് വാനൂർ പൊട്ടിമട മുഹമ്മദ് കുട്ടി സാഹിബ്, അതേപോലെ തന്നെ മറ്റൊരാള് ഷക്കീർ ഹുസൈൻ. ഷക്കീർ ഹുസൈൻ ചെറുപ്പക്കാരനാണ് അല്ലേ, ചെറുപ്പക്കാരനാണ്, അറ്റാക്കായിരുന്നു. 3 പേര് മരണപ്പെട്ടു. ഒറ്റ ദിവസം തന്നെ ഈ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചാൻസ് ലഭിച്ച നാം ഓരോരുത്തരും നന്നായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല ജാഗ്രത ജീവിതത്തിൽ വേണം. സൂക്ഷ്മമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സക്രാത്തുൽ ഹുസ്നുൽ ഖാത്തിമയോടുകൂടി മരിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഉംറയ്ക്ക് പോവുകയാണ്, ഭാര്യയും ഉംറയ്ക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് എപ്പോൾ കൈ കൊടുത്താലും കണ്ണ് നിറച്ച് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുക. 3 മക്കളുണ്ടായിരുന്നു. ഒരു മോള് നേരത്തെ മരിച്ചു, ഒരു മോന് പിന്നെ കുറച്ച് മുമ്പ് മരിച്ചു. കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുക. അപ്പോൾ അവർ 2 പേരും കൂടിയിട്ട് ഉംറയ്ക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉംറ സ്വീകരിക്കുമാറാവട്ടെ. നല്ല മനക്കരുത്ത് കഅബയുടെ മുറ്റത്ത് നിന്ന് നേടി നാട്ടിലേക്ക് മനക്കരുത്ത് നേടി തിരിച്ചു വരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് തിരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസ്സക്കാർക്ക് അള്ളാഹു ധൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയുടെ മോചനം സാക്ഷാത്കരിക്കുവാൻ
നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസ്സക്കാർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.